ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാമേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദാവനമാണ്. അപ്പം നന്ദാവനത്തില് ഒരു ചെറിയ പാർട്ടിയൊക്കെ നടക്കുകയാണല്ലോ. നമ്മുടെ നന്ദുവിന് SI ആയിട്ട് ജോലി കിട്ടിയതിൻ്റെ ചെറിയൊരു പാർട്ടിയാണ്. അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശും നയനിയുമാണ് ഫസ്റ്റ് വരുന്നത്. അങ്ങനെ ആദർശും നയനിയും വരുന്നത് കണ്ടിട്ട് ഈ പറയുന്ന ഗോവിന്ദനും കനകയ്ക്കും വലിയ മീച്ചമൊന്നും ഇല്ല. അങ്ങനെ ആദർശ് വന്നു, അതുപോലെ നയന വന്നു. അപ്പൊ ഇവര് കയറി വന്ന ഉടനെ തന്നെ മനസ്സിലായി നമ്മുടെ നയനയ്ക്ക് ഇവർക്ക് വലിയ മീച്ചം ഇല്ല എന്ന്. അങ്ങനെ നമ്മുടെ നയന ചോദിച്ചു, അല്ല എന്തു പറ്റി, അച്ഛന്റെ അമ്മയുടെ മുഖത്ത് വലിയ തെളിച്ചമില്ലല്ലോ? ഓ, തെളിയാൻ മാത്രമുള്ള സംഭവങ്ങളാണല്ലോ മോളെ ഇവിടെ നടക്കുന്നത്. എങ്ങനെ തെളിയാതിരിക്കും? അല്ല, നിങ്ങൾക്ക് വരുമ്പോ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വരത്തില്ലായിരുന്നോ? അഭിക്കും നബിക്കും നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ലേ? അവരെയും കൂടെ കൊണ്ടുവരത്തില്ലായിരുന്നോ? ഓ, അവര് വലിയ VIP കളല്ലേ, അവര് ഞങ്ങളുടെ കൂടെ എങ്ങടെ വരുമോ? അവര് ഞങ്ങളുടെ കൂടെ ഒന്നും വരില്ല, അവര് വലിയ VIP കളാ. ഞങ്ങളുടെ കൂടെ വരുന്നത് അവർക്ക് നാണക്കേടല്ലേ. നവ്യേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാ വെറുതെ മോളെ നീ നവ്യേച്ചിനെ കുറ്റം പറയുന്നത്? അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോടുള്ള സ്നേഹം, ആ സ്നേഹം കൊണ്ടാ ഓരോന്ന് പറയുന്നത്. അത് നീ മനസ്സിലാക്ക്. പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്, എല്ലാം എന്നോട് നവ്യ വിളിച്ച് പറയുന്നുണ്ട്. നിനക്ക് ആ കുട്ടിയെ എടുക്കാനോ ഒന്ന് കൊഞ്ചിക്കാനോ ഒന്നും സമയമില്ലല്ലോ. നിന്റെ ചേച്ചിയുടെ സ്വന്തം കുട്ടിയല്ലേ, അതായത് നിന്റെ ചോരയും കൂടെ ഉള്ള കുട്ടി, അങ്ങനെ വേണം പറയാനായിട്ട്. അല്ല, അമ്മ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? നിന്റെ ചോരയിൽ ജനിക്കാത്ത കുഞ്ഞിനെ നിനക്ക് എടുക്കാം, താലോലിക്കാം, പൊന്നാരിക്കാം, എവിടെയും കൊണ്ടുപോകാം. പക്ഷെ സ്വന്തം ചേച്ചിയുടെ കുഞ്ഞിനെ ദേ അമ്മേ, ഇനി എന്റെ ചോരയിൽ ജനിക്കാത്ത കുഞ്ഞ്, അങ്ങനെ കുഞ്ഞ്, ഇങ്ങനെ കുഞ്ഞ് എന്നൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓരോന്ന് പറയുമ്പം സൂക്ഷിച്ചു പറയണം, പിന്നെ ദുഃഖിക്കേണ്ടി വരും. പിന്നെ എന്ത് ദുഃഖിക്കാനാ മോളെ? എനിക്ക് ദുഃഖിക്കാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? സ്വന്തം മോൾക്ക് വേറൊരു കുഞ്ഞിനെ ചുമക്കേണ്ടി വരുന്നു, ആ കുഞ്ഞിനെ മോളെ പോലെ കാണേണ്ടി വരുന്നു. അതിൽ കൂടുതൽ ഒരമ്മയ്ക്ക് എന്ത് വേദനയുള്ളേ, എന്ത് സങ്കടമാണ് ഉള്ളത്? ഞാനെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പഠിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. കയറി വാ. അല്ല ആദർശൻ, നീ എന്താ അവിടെ നിൽക്കുന്നത്? നീ അകത്തേക്ക് കയറി വാ എന്നിങ്ങനെ ആദർശനോട് ഒരു ചെറിയ ദേഷ്യത്തോടു കൂടി മനസ്സിൽ എന്തൊക്കെയോ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു. ഇത് കേട്ടപ്പോൾ നമ്മുടെ നയനിക്ക് നന്നായിട്ട് മനസ്സിലായി. നയന് പിന്നെ അത് കാര്യമാക്കാതെ ആദർശേട്ടാ കയറി വാ എന്നും പറഞ്ഞ് ആദർശനെ വിളിക്കുകയാണ്. അങ്ങനെ ആദർശനോട് പറഞ്ഞു, അതെ ആദർശൻ ഇവിടെ ഇരിക്കുക, ഞാൻ നന്ദൂനെ ഒന്ന് പോയി കാണട്ടെ എന്ന്. അങ്ങനെ നന്ദൂനെ കാണാൻ വേണ്ടി അകത്ത് പോയപ്പം ആദർശ് അവിടെ ഇരിക്കുകയാണ്. ആദർശ് ഇരിക്കുമ്പോഴും നമ്മുടെ ഗോവിന്ദനോട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഗോവിന്ദൻ ചോദിക്കുന്നത് എന്താ പറയാ, വ്യക്തിപരമായ കാര്യങ്ങളോ ആണ് കേട്ടോ. അതായത് കുടുംബത്തെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലാതെ നമ്മുടെ ആദർശിനെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയുണ്ട്, ജ്വല്ലറിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ജ്വല്ലറി ഒന്നും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അച്ഛാ, ഇപ്പം കുറച്ച് പ്രോഫിറ്റ് കൂടുതലുണ്ട്. പിന്നെ നയന ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലതുപോലെ എനിക്ക് ജ്വല്ലറി നോക്കാനും നല്ലതുപോലെ തന്നെ നടത്തി കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. ജ്വല്ലറി മാത്രം നടത്തി കൊണ്ടുപോയാൽ മതിയോ മോനെ? ജ്വല്ലറി ഒരു സൈഡിലൊക്കെ നിൽക്കട്ടെ, അതിൻ്റെ കൂടെ കുടുംബവും ഒരുമിച്ച് കൊണ്ടുപോകണമല്ലോ. കുടുംബത്തിലെ പല വീഴ്ചകളും വന്നു കഴിഞ്ഞു, അതൊക്കെ ശരിയാണ്. ആ വീഴ്ചകളൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്, എവിടെ നിന്നാണെന്നൊക്കെ കണ്ടെത്തി അത് തിരുത്തിയും പോണം. പിന്നെ എപ്പോഴും ജ്വല്ലറി എന്നും പറഞ്ഞ് ചത്ത് കിടന്നാൽ മാത്രം പോരല്ലോ. കുടുംബത്തിനോട് ഒരു സ്നേഹവും ഉത്തരവാദിത്തവും കടമയൊക്കെ വേണമല്ലോ എന്ന് പറഞ്ഞ് കുടുംബത്തെക്കുറിച്ച് നമ്മുടെ ഗോവിന്ദൻ ക്ലാസ് എടുക്കുകയാണ്. ആരോട്? ആദർശിനോട്. സ്വന്തം കുടുംബം തകരാതിരിക്കാൻ വേണ്ടി ആദർശ് സഹിക്കുന്ന ത്യാഗം എന്തെന്നറിയാതെയാണ് ഗോവിന്ദൻ ആ ക്ലാസ് മുഴുവൻ എടുക്കുന്നത്. ഏതായാലും അവിടെ ക്ലാസ് എടുക്കൽ നടക്കുന്നു. നമ്മുടെ നയന നന്ദുമോളെ കാണാൻ വേണ്ടി, നന്ദൂട്ടനെ കാണാൻ വേണ്ടി അകത്ത് കയറിപ്പോയി. അങ്ങനെ നന്ദൂട്ടനെ കണ്ടു. നന്ദുവിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ആദ്യത്തെ പോസ്റ്റിംഗ്, എങ്ങനെയുണ്ട് ആദ്യത്തെ ദിവസം, എങ്ങനെയുണ്ടായിരുന്നു? ആദ്യത്തെ ദിവസം തരക്കേടില്ലാതെ പോയി, ഞാൻ അവിടെ ഉണ്ട് എന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞിട്ടുണ്ട്. ആണോ? മോളുടെ ആഗ്രഹം പോലെ തന്നെ മോൾക്ക് അവിടെ ഒരു ജോലി ആയല്ലോ, SI ആയല്ലോ മോള്. അത് മതി ചേച്ചിക്ക്, അത് മാത്രം മതിയോ ചേച്ചിക്ക്? ചേച്ചി ഒരു കാര്യം ഓർക്കണം, ആദർശേട്ടൻ ഇവിടെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിന്റെ പിന്നിൽ എന്താണ് സത്യാവസ്ഥ എന്നൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതങ്ങനെ പെട്ടെന്ന് പുറത്തു വരുന്ന കാര്യമല്ല മോളെ. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അതെന്താ പെട്ടെന്ന് പുറത്തു വരാത്തത്? ദേ, അച്ഛനെ അമ്മേനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ആദർശേട്ടന്റെ മോളല്ല ചന്തു മോളെന്ന് ചേച്ചി എന്നോട് കുറെ തവണ പറഞ്ഞു. അത് തിരുത്താനൊന്നും ഞാൻ വന്നിട്ടില്ല, എനിക്കും ആദർശേട്ടനെ വിശ്വാസമാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ചേച്ചിയോട് ചോദിക്കട്ടെ, ഈ ചന്തുമോളുടെ അച്ഛൻ പിന്നെ ആരാണ്? ചന്തുമോള് ആരുടെ മോളാണ്? അതിനുള്ള ആൻസർ എന്തേ ഇതുവരെ ചേച്ചി എനിക്ക് തരാത്തത്? അത് പിന്നെ നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥയല്ലേ, നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നീ കണ്ടുപിടിക്കുക. കണ്ടൊക്കെ പിടിക്കാം. ഏതായാലും ആദർശേട്ടൻ ആരെയോ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അതെനിക്ക് നന്നായിട്ടറിയാം.
ആദർശേട്ടൻ ആര് രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അറിയില്ല. ഇനിയിപ്പം അഭിയുടെ ഒരു ചെറിയ ചായ ആ കുഞ്ഞിനുള്ളതുപോലെ എനിക്ക് തോന്നി. ഇത് കേട്ടത് നമ്മുടെ നയന ഞെട്ടിപ്പോയിട്ടോ. നയന പറഞ്ഞു, ഏതായാലും സത്യങ്ങളൊക്കെ എന്താണെന്ന് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നീ അങ്ങ് കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ചാൽ മാത്രം പോരല്ലോ ചേച്ചി. ചേച്ചിക്കൊരു ഉത്തരവാദിത്വമില്ല, ചേച്ചിക്കൊരു കടമയില്ല തന്റെ ഭർത്താവിനെ എല്ലാവരിൽ നിന്ന് രക്ഷിക്കുക എന്നത്. എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ ചേച്ചിക്ക് ചേച്ചിയുടെ ഭർത്താവിനെ രക്ഷിക്കാൻ തോന്നില്ലേ, സത്യങ്ങളൊക്കെ പറയാൻ തോന്നില്ലേ? അത് എനിക്ക് സത്യങ്ങള് അതെ നന്ദൂട്ടാ, ഇപ്പം വേറൊന്നുമല്ല, സത്യങ്ങൾ പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ഇപ്പം ആദർശേട്ടൻ മുന്നോട്ടേക്ക് പോകുന്നതും ഞാനും മുന്നോട്ടേക്ക് പോകുന്നതും പല പല കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ആ പല പല കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ, വേറെ ആർക്കും ഒത്തിരി വലിയ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാ ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത്. അതും മാത്രം നീ അറിഞ്ഞാൽ മതി. കൂടുതൽ വേറെ കാര്യമൊന്നും നീ അറിയാൻ ശ്രമിക്കണ്ട. പിന്നെ ആദർശേട്ടനെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ. എന്റെ അച്ഛനും അമ്മയും ആദർശേട്ടനെ മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ അതോർത്ത് സങ്കടപ്പെടുന്നുമില്ല. ആദർശേട്ടനെ എനിക്കറിയാം. നിനക്കറിയാലോ ആദർശേട്ടൻ തെറ്റിയില്ലെന്ന്. എനിക്കറിയാം ചേച്ചി ആദർശേട്ടനും തെറ്റിയില്ലെന്ന്. അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിക്കും അമ്മയ്ക്കും ഇളയച്ചനും അച്ഛനും ഒക്കെ അറിയാം ആദർശേട്ടൻ തെറ്റ് ചെയ്യില്ല, ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. അത്രത്തോളം കാലം പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ലല്ലോ. അല്ല എങ്കിലും എന്തിനും ഏതിനും ഒരു തെളിവ് വേണമല്ലോ ചേച്ചി. ആ തെളിവൊക്കെ എന്റെ കയ്യിലുണ്ട്. ആ തെളിവൊക്കെ എന്റെ കയ്യിലിരിക്കട്ടെ. സമയമാകുമ്പം ഞാനത് പുറത്തെടുത്തോളാം. ഇപ്പൊ ഏതായാലും അത് പുറത്തെടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാം. ഈ സമയം ആയിക്കോട്ടെ. നമ്മുടെ ആദർശിനോട് ഗോവിന്ദൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. കുടുംബത്തെക്കുറിച്ചും അതുപോലെ തന്നെ സ്നേഹത്തെക്കുറിച്ചും ആത്മാർത്ഥതയെക്കുറിച്ചും ആരെയും വഞ്ചിക്കരുത്, വഞ്ചിക്കാൻ പഠിക്കരുത് എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ നന്ദുവും നയനയും ഇറങ്ങി വരിക. അങ്ങനെ നന്ദു ചോദിക്കുക, അല്ല അച്ഛനെന്താ ആദർശനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഹേയ്, ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ സംസാരിക്കേണ്ടത്? ഇപ്പൊ സംസാരിച്ചതും കുഴപ്പമായി പോയോ? അപ്പൊ നയന പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറയാം. ആദർശേട്ടൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, എന്നെ ചതിച്ചിട്ടില്ല. എനിക്കത് ഉറപ്പായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് കൂടെ അച്ഛൻ ആദർശേട്ടനോട് വഞ്ചനയുടെയും ചതിയുടെയും കഥ പറയേണ്ട ഒരാവശ്യമില്ല. ഇത് കേട്ടുകൊണ്ട് കനക വന്നിട്ട്, ഓ അവക്കത് കയറി കൊണ്ടു, സത്യമല്ലേ ഗോവിന്ദേട്ടൻ പറയുന്നത്? അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, നയനെ വിട്, ഈ കേസ് ഇവിടെ സംസാരിക്കണ്ട, വെറുതെ എന്തിനാ? ഈ കേസ് സംസാരിക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. വെറുതെ സംസാരിച്ച ചളവാക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരി തറവാടാണ്. അനന്തപുരി തറവാട്ടിലെ ചന്തുമോള് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ദേവയാനി. അങ്ങനെ ദേവയാനിയോട് ചന്തുമോള് പറയാ, എനിക്ക് എന്റെ അമ്മയെ കാണണം, എനിക്ക് എന്റെ അമ്മയെ കാണാൻ തോന്നുക. അതേ മോളുടെ അമ്മ ഇപ്പം വരൂല്ലോ ഇങ്ങോട്ട്. മോളുടെ അമ്മയുടെ അനിയത്തിക്കേ പോലീസായിട്ട് ജോലി കിട്ടിയില്ലേ, അതുകൊണ്ടൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, അങ്ങോട്ട് പോയേക്കുക. അപ്പൊ ആ കുട്ടി ചോദിച്ചു, അതെന്താ എന്നെ കൊണ്ടുപോകാത്തത്? അപ്പോഴാണ് ജലജ ഇതൊക്കെ കേട്ടുകൊണ്ട് വരുന്നത്. ഓ അവളുടെ ചോദ്യം കേട്ടില്ലേ, എന്താണ് കൊണ്ടുപോകാത്തതെന്ന്? അവക്ക് പോകാൻ മുട്ടി നിൽക്കുക, എല്ലാത്തിന്റെയും പുറകെ പോകാനാ അവക്കിഷ്ടം. ഇങ്ങനെയൊരു സാധനം. അതെ എന്റെ ഏടത്തി എന്ത് കണ്ടോണ്ടാ ഈ കേറ്റി ഇവളെടുത്ത് തലയിൽ വെക്കുന്നത്? ഞാൻ എന്ത് കണ്ടോണ്ടാ? എന്റെ മകന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ തലയിൽ കയറ്റി വെക്കും, തോളിൽ കയറ്റി വെക്കും, എളി കയറ്റി വെക്കും. അതിന് നിനക്കെന്താ പ്രശ്നം? ദേ എന്റെ പൊന്നെടുത്തി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവിഹിതത്തിലുണ്ടായ ഇവള് എന്തിനാ ഇങ്ങനെ കൊഞ്ചിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചത്. ദേ പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്തിനാ നിങ്ങൾ ആദർശനെ എല്ലാവരും കൂടി പൊക്കിയെടുത്ത് വെക്കുന്നതെന്നാ. എന്തിനും ഏതിനും എന്നെ കുറ്റപ്പെടുത്തൂലോ, ഞാൻ അനാഥയാണെന്ന് പറയൂലോ. അതെ പറയും. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നീ അനാഥയാണെന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നിന്റെ വായിന്നും വീണ വർത്താനം കേട്ടിട്ടെ എനിക്ക് സത്യത്തിൽ നിന്റെ കാരണക്കുറ്റി നോക്കി ഒരെണ്ണം തരാനാ തോന്നിയത്. ഒരു കൊച്ചിന്റെ മുമ്പിൽ വെച്ചാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അയ്യോ വലിയൊരു കൊച്ചു വന്നേക്കുന്നു, ഇവള് തന്ത്രശാലി. ദേ ഞാനൊരു കാര്യം പറയാം, നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ, അതായിരിക്കും നിനക്ക് നല്ലത്. ഞാനിനി പറഞ്ഞതാ തെറ്റ്. രാവിലെ കെട്ടി ഒരുങ്ങി രണ്ടുപേരും ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ, അവളോട് പറയണമായിരുന്നു. അല്ല നയനയോട് ഭയങ്കര സ്നേഹമുള്ള ഒരു അമ്മായിയമ്മ, ഭയങ്കര സ്നേഹമാണല്ലോ. നയനയാണല്ലോ കരള് തന്ന് രക്ഷിച്ചത്, ജീവൻ നിലനിർത്തിയത്. എന്നിട്ട് പോലും ഒരു ആത്മാർത്ഥത നയനയോട് കാണിക്കുന്നില്ലല്ലോ ഏടത്തിയെ. ഞാൻ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാം. പിന്നെ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയാൻ നിന്ന് കഴിഞ്ഞാല് നീ തന്നെയായിരിക്കും ഇവിടെ നിന്ന് നാറാൻ പോകുന്നത്. അതുകൊണ്ട് എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജലജയുടെ അവിടെ നിന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോയിട്ടോ. ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തപുരി തറവാടല്ല, സോറി, നന്ദാവനത്തിലേക്ക് അഭിയും നബിയും കൂടി പോവുകയാണ്. അങ്ങനെ അവരവിടെ ചെന്നിറങ്ങി ഇതും ഗോവിന്ദനും കരകയുണ്ടായിരുന്നു. അയ്യോ പിന്നെ പറയാനുണ്ടോ, അയ്യോ ഓടി ഇങ്ങോട്ട് വന്നില്ലേ, മോനെ അനന്തപത്മനാഭ ഇങ്ങ് വന്നിട കുട്ടച്ചക്കരേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടി എടുക്കുന്നു. അഭിമോനെ കേറി വന്നിരിക്കും. താലപ്പൊലി കൊടുത്ത് അഭിനെ സ്വീകരിക്കുന്നത് കേട്ടോ. അഭി നല്ല ഡീസന്റ് ആണല്ലോ. താലപ്പൊലിയൊക്കെ കൊടുത്ത് സ്വീകരിച്ച് അകത്ത് കയറ്റി ഇരുത്തുകയാണ്. നമ്മുടെ നയനയും ആദർശം ഇത് കാണുന്നുണ്ട്. നയനയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് കാര്യം പേരുത്ത് കയറുന്നുണ്ട് കേട്ടോ. മാത്രല്ല നമ്മുടെ നന്ദുവിനും. അങ്ങനെ
കുട്ടിയെ കൊണ്ടുവന്ന് ഗോവിന്ദന്റെ കൈ കൊടുത്തു. ഗോവിന്ദനും ഇങ്ങനെ കൊഞ്ചിച്ചു. അതിനോടൊപ്പം തന്നെ നന്ദു എടുത്തിട്ട് ആ പൊന്നുമോനെ, അല്ല ഇത് അച്ഛന്റെ അതേ ഷേപ്പാണല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അഭി ചോദിച്ചു, എന്റെ ഷേപ്പാണോ? ആ, അഭിയേട്ടന്റെ ഷേപ്പ് തന്നെയാ. ആണല്ലേ? അപ്പൊ അച്ഛന്റെ മോനാണ്. ആ, ഇതുപോലെ ഒരു കുട്ടിയുണ്ട് അനന്തപുരി തറവാട്ടിലും. അച്ഛന്റെ മോള് അച്ഛന്റെ അതേ ഷേപ്പാ. അനന്തപുരി തറവാട്ടിലെ 2 കൊച്ചുമക്കൾക്കും അച്ഛന്മാരുടെ ഷേപ്പാണല്ലോ. അപ്പം നമ്മുടെ ആദർശനൊന്ന് കുത്തി പറഞ്ഞതാണ് കേട്ടോ. അപ്പോഴേക്കും തന്നെ നയന പറഞ്ഞു, അതെ അഭിയേട്ടൻ ഇപ്പം വേറൊന്നും സംസാരിക്കാനില്ലേ? അഭിയേട്ടന് എന്തിനാ ആദർശേട്ടന്റെ മണ്ടയിൽ കയറുന്നത്? അയ്യോ, ഞാനൊരു സത്യം പറഞ്ഞല്ലേ നയനെ, അല്ലാതെ ഞാൻ ആദർശേട്ടനെ കുറ്റപ്പെടുത്തിയതാണോ? അപ്പം കരകയും പറഞ്ഞു, അഭിമോൻ സത്യം പറഞ്ഞതല്ലേ. അല്ല, നിങ്ങൾക്കൊക്കെ ആദർശന്റെ ഷേപ്പ് ആ ചന്തുമോൾക്കെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ കൂടുതൽ പറയാനും നിൽക്കുന്നില്ല. ആദർശേട്ടാ ബാ എന്ന് പറഞ്ഞ് ആദർശനെ വിളിച്ചുകൊണ്ട് നമ്മുടെ നയന റൂമിലേക്ക് പോയി. ഈ സമയത്താണെങ്കിലോ കുട്ടി കരയുന്നത് കൊണ്ട് നമ്മുടെ നവ്യ കുഞ്ഞിന് ഞാൻ പാല് കൊടുക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങ് പോവുകയാണ്. പിന്നെ അഭിയാണ് അവിടെ ഉള്ളത്. പിന്നെ പറയാനുണ്ടോ, അഭി ഓരോ കുറ്റങ്ങൾ ഇങ്ങനെ പറയുവാണ് ആദർശിനെ കുറിച്ച്. എന്ത് ചെയ്യാനാച്ചാ, കുടുംബത്തിൽ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായി പോയല്ലോ. ഞാനായിരുന്നു ഏറ്റവും വൃത്തികെട്ടവനെന്ന് പറഞ്ഞ് എല്ലാവരും നടന്നുകൊണ്ടിരുന്നത്. എങ്ങനെയാണെങ്കിലും ഒരു ദിവസം സത്യം വെളിയിൽ വരുമല്ലോ, സത്യം പുറത്താവുമല്ലോ. അതുകൊണ്ട് ഞാനിപ്പം രക്ഷപ്പെട്ടു. ഞാൻ തെറ്റുകളൊന്നും ചെയ്തില്ല എന്ന് പറയുന്നില്ല. ഞാനും പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ബോറുകെട്ടൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ആഭിചാരിക കളയുന്ന തെറ്റൊരിക്കലും ഞാൻ ചെയ്യത്തുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഭയം അകത്തേക്ക് കയറി പോവാണ്. ഇത് കഴിഞ്ഞ് കുഞ്ഞിനെ കിടത്തിയിട്ട് നമ്മുടെ നയന വെളിയിലേക്ക് വന്ന് കനകയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ഈ സമയത്ത് നയനയും വരുന്നുണ്ട്. അങ്ങനെ നയന ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം നയനയെ ഓരോന്ന് കുത്തി ഇളക്കുന്നുണ്ട് നവ്യ. വേറൊന്നുമല്ല, എന്റെ പൊന്നമ്മ ഇവിടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ഇവളാ കുഞ്ഞിനെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കാണ്. എന്തിനാണ് ആദർശേട്ടൻ ഇവളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? പിന്നെ എന്റെ അഭിക്ക് ഒരു ബ്രാഞ്ചൊക്കെ കൊടുത്തു, ശരിയാ. പക്ഷെ എന്റെ അഭിക്ക് പേരിലാണ് ഒരു ബ്രാഞ്ച് കൊടുത്തത്. അവിടെ വീണ്ടും ഒരു മാനേജറെ നിയമിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? എന്റെ അഭിയേട്ടനെ അപമാനിക്കാൻ വേണ്ടി. ആദർശം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്തിനാ നയനെ നീ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? ആദർശോ? ഇപ്പം ചേച്ചിക്ക് ആദർശം എന്നായോ? പിന്നെ എന്താ ഞാൻ വിളിക്കേണ്ടത്? സത്യം പറയാലോ, ആദർശ ആ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും തോന്നുന്നില്ല. ആ ഒരു അവസ്ഥയാണ്. ദേ നവ്യജി, വായില് ലോക്ക് ഇട്ടോ, ഇല്ലെങ്കിലുണ്ടല്ലോ ഇതിവിടെ ഒന്നും നിൽക്കത്തില്ല. എന്താടി പറയാനുള്ളത്? ഞാൻ പറയും, എവിടെയും തുറന്നു പറയും. എന്റെ വായിലാരും ലോക്കിടാനൊന്നും വരണ്ട. സത്യങ്ങൾ വിളിച്ചു പറയാനേ എനിക്ക് ഒരു മടിയില്ല. ഈ നയന സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഇപ്പം ചേച്ചി ഇവിടെ നിന്ന് തുള്ളും, വിറയ്ക്കും. പിന്നെ ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ദേ ഞാൻ പലതും സഹിക്കുന്നുണ്ട്. ആദർശേട്ടനും പലതും സഹിക്കുന്നുണ്ട്, പലർക്കും വേണ്ടിയും. നീ കൂടെ സഹിക്കുന്നു എന്ന് പറയുന്നു. എന്ത് സഹിക്കുന്നടി? അപ്പൊ നമ്മുടെ കനക പറഞ്ഞു, ദേ മക്കളെ വഴക്കുണ്ടാക്കാതിരിക്കെ. നയനെ, അവൾക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് നീ ഒന്ന് മനസ്സിലാക്കുക. സ്നേഹം കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാനും ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് പറഞ്ഞു കൊടുത്ത് ശരിയാക്കാനും അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ എന്തിനാ ചെയ്യുന്നത്? എന്റെ ചേച്ചിക്ക് ബാക്കിലേക്കുള്ള ജീവിതം എടുത്തു നോക്കി അറിയാലോ തെറ്റെന്താ ശരി ഏതാന്നൊക്കെ. എന്താ മോളെ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആർക്കും ഒന്നും മനസ്സിലാവില്ല. ആർക്കും ഒന്നും മനസ്സിലാകുന്നതായിട്ട് നടിക്കുകയും വേണ്ട. ഇനി മനസ്സിലായെങ്കിലും ആരും ഒന്നും മനസ്സിലാക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനിയും ദേഷ്യം വന്നിട്ട് അങ്ങ് പോവാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ അഭിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നവ്യ. എന്നിട്ട് ദേഷ്യം പിടിച്ചാ ചെല്ലുന്നത്. ഇവിടെ നിന്ന് ഇത്രയും പറഞ്ഞല്ലോ നമ്മുടെ നയന. അതിന്റെ ദേഷ്യത്തിൽ ചെന്നിട്ട് എന്നിട്ട് അവളുടെ അഹങ്കാരത്തിനൊട്ടും കുറവില്ല എന്നൊക്കെ പറഞ്ഞ് ചെന്നപ്പോ അഭി ചോദിച്ചു, എന്താ നവ്യെ? വേറൊന്നുമല്ല, ഇവിടെ ഉണ്ടല്ലോ അവള് ആദർശനെ വീണ്ടും പൊക്കി സംസാരിക്കുന്ന കേൾക്കുമ്പോഴേ എനിക്ക് സത്യമായിട്ടും തരിച്ചു കയറുക. എന്തിനാ ആദർശം എന്ന് പറയുന്നവൻ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളി വന്നത്? അവന്റെ മുഖം കാണുമ്പം എനിക്ക് അറപ്പും വെറുപ്പും ഒക്കെയാ. ഞാനിപ്പം ഭക്ഷണം പോലും കഴിക്കാൻ പുറത്തിറങ്ങാത്തത് എന്താണെന്നോ? അവന്റെ മുഖം കാണാതിരിക്കാനാ. അതാ ഞാൻ റൂമിനകത്തിരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നത്. മോളെ നവ്യ, എന്ത് ചെയ്യാനാ? നിന്റെ ഭർത്താവിനെ പോലെ ആകണമെന്നുണ്ടോ എല്ലാവരും നിന്റെ ഭർത്താവിനെ പോലെ സൽഗുണ സമ്പന്നനാകണമെന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എന്റെ പൊന്നബി, ഇതൊക്കെ കണ്ടിട്ടെ സത്യമായിട്ടും നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ. നിന്റെ അച്ഛനും അമ്മയും ഒരുപാട് വിഷമിക്കുന്നുണ്ടല്ലോ. അതെ, അമ്മയും അച്ഛനും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ അതുകൊണ്ട് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് വല്ല ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്ക്. ഒരുപാട് ജോലിയില്ലേ, ഞാൻ അനന്തപത്മനാഭനെ നോക്കിക്കോളാം. എങ്കിൽ ശരി അബി, ഞാൻ പോവാന്നും പറഞ്ഞ് അങ്ങ് പോവാണ്. ഈ സമയത്താണ് നമ്മുടെ എടാ അനന്തപത്മനാഭ, എനിക്ക് നിന്നോട് പോലും ഒരാത്മാർത്ഥതയും ഒരു സ്നേഹവുമില്ല. പിന്നെയല്ലേ ആ ചന്തുമോളോടും ബാക്കിയുള്ള എല്ലാവരോടും. അതുകൊണ്ട് തന്നെ ഈ അഭി ഇനിയും ഇങ്ങനെ തന്നെ സഞ്ചരിക്കും. നിന്റെ അമ്മയെയും നിന്റെ അമ്മയുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ ലോക്കിട്ട് നിർത്തിയേക്ക. ആ ലോക്ക് ഒരിക്കലും ഇനി അഴിയില്ല. ഈ അഭി എല്ലാവരുടെയും മുമ്പിൽ സൽഗുണ സമ്പന്നൻ,
സൽസ്വഭാവി ഒക്കെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് വരാം. ഈ വിശേഷം കഴിയുമ്പോൾ നമ്മൾ അലീനയുടെ വിശേഷം റിയൽ സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.